ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായി, എല്ലാവരും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയെന്നറിയാം. അപ്പോൾ ഞങ്ങളും അതേ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ്, ഒരാഴ്ച മേലെ വെക്കേഷൻ കാണും. അറിയാം, ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ ആണ് എൻ്റേത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. സ്വീഡനിൽ ക്രിസ്മസിൻ്റെ ആരവം തുടങ്ങിയിട്ട് 2 മാസത്തിന് മേലെ ആയിട്ടോ. എനിക്ക് തോന്നുന്നു ഹാലോവിൻ്റെ ടൈമിൽ തൊട്ടേ ഇവിടെ ഷോപ്പുകളിൽ ക്രിസ്മസ് ഐറ്റം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പറയും വേണ്ട, ക്രിസ്മസിൻ്റെ ബഹളമാണ് എവിടെ നോക്കിയാലും. സ്വീഡനിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ ക്രിസ്മസ് ഡേയ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ്സൊക്കെ അടിപൊളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇവിടെ ഒട്ടും മോശമൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ എല്ലാ ഷോപ്പുകളിലും റെഡും വൈറ്റിൻ്റെ വിസ്മയം തന്നെയാണ്. ഷോപ്പിൽ മാത്രമല്ല, ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ബിൽഡിങ്ങിലാണെങ്കിലും ഒരു ക്രിസ്മസ് വൈബ് തന്നെയുണ്ട് കേട്ടോ. എനിക്കെന്നും എൻ്റെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആയിരുന്നു കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ഒരു നല്ലൊരു ഓർമ്മ തന്നെയായിരുന്നു. അത് ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം മനോഹരമായിരുന്നു ആ ഒരു കുട്ടിക്കാലത്ത് ക്രിസ്മസ്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് സ്കൂൾ പൂട്ടുന്നു. നമ്മൾ അന്ന് തൊട്ടേ ക്രിസ്മസ് ക്രിബിനായിട്ടുള്ള ഒരു തിക്കും തിരക്കിലാണ്. അപ്പോൾ ഞാനും ചേച്ചി അനിയനും ഡാഡിയും കൂട്ടിയിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കുക. അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാൻ ഞാൻ ചെറിയ രീതിയിലൊക്കെ സഹായിക്കും. മെയിൻ ഡാഡി അനിയനും ചേച്ചിയായിരുന്നു. അപ്പോൾ ഞാനും മമ്മി ഹെൽപ്പിങ്ങിൻ്റെ ആൾക്കാരാണ്. അപ്പം മമ്മി കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കായിരിക്കും. അപ്പോൾ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഓരോ സാധനങ്ങൾ, കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കും. പിന്നെ ഇവരുടെ കൂടെ ക്രിബ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഇത്. പിന്നെ നമ്മുടെ ഈ ക്രിബിൻ്റെ ഒരു പണി 24th നൈറ്റൊക്കെ ആകുമ്പോഴേക്കും തീരാറുള്ളൂ. പിന്നെ ഫുഡിൻ്റെ ബഹളമായിരിക്കും. അങ്ങനെ ഒരു അടിപൊളി ക്രിസ്മസ് കാലമായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, കേക്ക് കഴിക്കുക, ഫുഡ് നല്ലപോലെ കഴിക്കുക. അങ്ങനെ ഒരു 10 ദിവസം അടിച്ചു പൊളിച്ച് നല്ല ഒരു ക്രിസ്മസ് കാലമായിരുന്നു എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ. ഇപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വലുതായല്ലോ, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിസ്മസ് ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു ആശ്വാസം നൽകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ യോൺ ഷോപ്പിങ്ങിൽ ക്രിസ്മസ് ഗ്യാതറിംഗ് കഴിഞ്ഞു. ഇനി ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെ ക്രിസ്മസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഡേ അവരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഇനിയുള്ള പ്ലാൻ. പിന്നെ പ്ലം കേക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷമം മാറി. ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഇങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് ഞാൻ നാട്ടിലാണോ എന്നൊരു ചിന്ത വന്നു. കാരണം ഇവിടെ പ്ലം കേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. പിന്നെ ഒരുപാട് വിലയാണ് ഇവിടെ കേക്കിനൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. എനിക്ക് നാട്ടിലുള്ളൊരു ഫീലിംഗ് തന്നെ വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ ആശ്വാസം പകരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കുട്ടിക്കാലത്തെ എൻ്റെ ക്രിസ്മസ് ഓർമ്മകളിലുള്ളത്, ക്രിസ്മസ് കഴിഞ്ഞ് നേരെ അമ്മയുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ എല്ലാ കസിൻസും കൂടി ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ശനി ഞായറാട്ടോ അമ്മയുടെ വീട്ടിൽ പള്ളിയിൽ പെരുന്നാൾ. അതൊക്കെ വലിയ ഒരു ഓർമ്മയാണ്. നല്ലൊരു, എനിക്ക് ഇപ്പോഴും മറക്കാനാവാത്ത. ഞാനത് ആ ഒരു പെരുന്നാളിന് വേണ്ടി 1 വർഷം മുന്നേ ഞാൻ ആലോചിച്ച് കൂട്ടും. ക്ലാസ്സിലിരുന്നിട്ട് പെരുന്നാളിന് ആരൊക്കെ വരും, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കളികൾ കളിക്കണം. അങ്ങനെ എനിക്ക് അത്രയും എൻ്റെ ഫേവറേറ്റ് പെരുന്നാളാണ് എൻ്റെ മമ്മിയുടെ വീട്ടിലെ പെരുന്നാൾ. മുണ്ടൂരാണ് വീട്. മുണ്ടൂർ പള്ളി അത്യാവശ്യം വലിയ ഫേമസ് പള്ളിയാണ് തൃശ്ശൂരിൽ. അപ്പോൾ അത് ഒരു വലിയ ഓർമ്മയാണ് എൻ്റെ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കരോള് വരുന്നു അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവർ വേറെ രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ സെലിബ്രേഷൻ കുറച്ച് സൈലൻറ്റ് മൂഡാണ്. നമ്മൾ ഭയങ്കര വയലൻസ് ആയിട്ടാണല്ലോ ആഘോഷിക്കുക. എനിക്കതാണ് ഇഷ്ടം. ആ ഒരു ബഹളം ഉണ്ടെങ്കിലല്ലേ ഒരു ക്രിസ്മസിനൊരു പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രിസ്മസ് ആവണമെങ്കിൽ ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം. എന്നാലും നമ്മളെ ക്രിസ്മസ് ആഘോഷിച്ചു എന്നൊരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരിക്കും. നമുക്കറിയില്ല ഇവരെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇവർ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗ്യാദർ ചെയ്യുന്ന പരിപാടിക്കായിരിക്കും. എന്നാലും നമ്മുടെ ആ ഒരു ബഹളം ഇവിടെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് പൊളിയാണ്. അത് എനിക്ക് ഇങ്ങനെ പറയണം. ഇവരറിയണം നമ്മുടെ നാട്ടിലെങ്ങനെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എനിക്ക് ഇവരെ കാണിക്കണമെന്നുണ്ട്. അതിൻ്റെ അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കാര്യത്തിൽ സ്വീഡൻ കുറച്ച് പിന്നിലാണെങ്കിലും ഇവിടെ ഷോപ്പുകളൊക്കെ നല്ല വൈബാണ് കേട്ടോ. പൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ ക്രിസ്മസ് തീമിലാണ് എല്ലാ ഷോപ്പുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തീമിൽ, ഹലോവിനാണെങ്കിൽ ഹലോവിൻ്റെ തീമിൽ, അതുപോലെ ബ്ലാക്ക് ഫ്രൈഡേ ആണെങ്കിൽ ആ ഒരു തീമിലൊക്കെ വെച്ചിട്ടാണ് ഇവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഈ ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ.
ആ വീക്കിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഷോപ്പുകളിലൊക്കെ. ആ വീക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ വ്യാപാര മേളം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മേളം തന്നെയാണ് അവിടെ. അപ്പോൾ ഈ ക്രിസ്മസിന് മുന്നേ സാധനങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലെല്ലായിടത്തും അങ്ങനെയാണ്. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ അത് വന്നോന്ന് എനിക്കറിയില്ല. ഓൺലൈൻ ഷോപ്പിലൊക്കെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഫർണിച്ചറോ അല്ലെങ്കിൽ TV അങ്ങനത്തെ ആക്സസറീസ് ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റിയ ടൈം ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഫോണൊക്കെ വാങ്ങി. അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഹാഫ് പ്രൈസിൽ എനിക്ക് ഫോൺ കിട്ടി. അപ്പോൾ അതൊരു നല്ല ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുകയാണെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ഷോപ്പുകളിൽ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ആണെങ്കിലും ഇപ്പോൾ കിച്ചണിലേക്ക് വേണ്ട, വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ക്രിസ്മസ് തീമിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് റെഡും വൈറ്റും ഗ്രീനും ആ ഒരു കളറിൽ മാത്രം അറേഞ്ച് ചെയ്യുന്നു. അതിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതാ ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ, അപ്പോൾ അതനുസരിച്ചിട്ട് ഇവർ ആ രീതിയിൽ കടയിലത്തെ ഐറ്റംസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ കുട്ടികളുടെ ടോയ്സ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പെറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൂച്ച പട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയിൽ അവർക്ക് വേണ്ട മിറ്റൻസും അതുപോലെ സോക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സുകൾ ഞാനിപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നിയത് ലൈറ്റ് കത്തുന്ന ബനിയൻസ് അതുപോലെ ക്യാപ്പ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറുത് എൻ്റെ മോൾക്ക് മേടിച്ചു കൊടുത്തു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷോപ്പെല്ലാം ഫുൾ വൈബാന്ന് പറഞ്ഞത് ഇതുകൊണ്ടാട്ടോ. നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട് മതിയാവില്ല, ഇറങ്ങാൻ തോന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഷോപ്പൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ക്രിസ്മസിലെ ഒരു മെയിൻ ആയിട്ടാട്ടോ ഈ കാണുന്ന ജിഞ്ചർ ബ്രെഡ്. ഇത് എനിക്ക് തോന്നുന്നു ക്രിസ്മസിനാണ് ഇവിടെ ഷോപ്പുകളിലൊക്കെ മെയിനായിട്ട് വരാറ്. ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ജിഞ്ചർ ബ്രെഡ്. അതിൻ്റെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. കഥയൊന്നുമല്ല, ഇവിടെ തണുപ്പാണല്ലോ, അപ്പോൾ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി പണ്ടുള്ളവരെ ഇഞ്ചിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇഞ്ചി തേനിലാക്കിയിട്ട് ഒരു ബ്രെഡ് പോലെ ഉണ്ടാക്കുക. അത് ആക്ച്വലി ആൾക്കാരിക്കും ബ്രെഡല്ല, അതൊരു കുക്കീസ് പോലെയാണ്. ഇത് പല ഷേപ്പിലും പണ്ട് മുതലേ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ മനുഷ്യരൂപത്തിൽ വരെയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സ്കൂളുകളിലെ കുട്ടികളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫീനയുടെ ഫേവറേറ്റ് കുക്കിയിലൊന്നാണ് കേട്ടോ ഈ ജിഞ്ചർ ബ്രെഡ്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇവരെ കഴിപ്പിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ സ്കൂളിൽ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് മെയിനായിട്ട് കൊടുക്കുക. നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇഞ്ചിയൊക്കെ ആണല്ലോ, ഇഞ്ചിയും തേനൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഹെൽത്തിന് നല്ലതായിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമില്ല, 1-2 മാക്സിമം കഴിക്കാം. പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നില്ല. അത് എന്തോ ഒരു മട്ടിപ്പുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഈ കുക്കീസൊക്കെ. ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ്. പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസിൻ്റെ 2 ആഴ്ച മുന്നേ ഒരു പ്രോഗ്രാം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ലൂസിയ ഡേ എന്ന് പറഞ്ഞിട്ട്. അത് ഈ വർഷം ഒരു ഡിസംബർ 13 ഒരു ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ അതൊരു വലിയ സെലിബ്രേഷനാണ് ഇവിടെ. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ലൂസി, വിശുദ്ധ ലൂസിയുടെ ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ലൂസിനെ പറ്റി ചെറിയ വാക്ക് പറയാം. ഇറ്റലിയിലെ സിറാക്കോസ് വംശജയായിരുന്നു കേട്ടോ ഈ ലൂസി എന്ന് പറഞ്ഞ പെങ്കൊച്ചെ. അവളുടെ ചെറുപ്പം മുതലേ അവളെ ഒരുപാട് പേരെ സഹായിച്ചിരുന്നു. ഭക്ഷണമാണെങ്കിലും വസ്ത്രങ്ങളെ കൊടുക്കാനാണെങ്കിലും ഒട്ടും മടിയിലത്തൊരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇരുട്ട് കാലങ്ങളിൽ അവൾ തലയിൽ മെഴുതിരി കിരീടും കയ്യിൽ വിളക്കുമായിട്ടാട്ടെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവളുടെ വംശക്കാർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവളെ കൊല്ലുകയും മരണപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വിശുദ്ധയുടെ ദിവസമായിട്ടാണ് ലൂസിയ ഡേ ആയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം ഇവിടെ ഉള്ളവർ വെള്ള വസ്ത്രം ധരിക്കുകയും അതേപോലെ തലയിൽ മെഴുതിരി കിരീടവും പിന്നെ കയ്യിലൊരു വിളക്കുമായിട്ട് ഒരു പ്രദക്ഷിണം വയ്ക്കും. ഇതിൽ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാണ് കേട്ടോ ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചിട്ട് തലയിൽ കിരീടം കയ്യിൽ വിളക്കും പിടിക്കുന്നത്. ബാക്കിയുള്ളവരും ഇതുപോലെ തന്നെയാണ്, കിരീടം വിളക്കൊക്കെ ഉണ്ടാവും. പക്ഷെ മെയിൻ നടുവിലൊരു പെൺകുട്ടി ഉണ്ടാവും. ചുറ്റും ബാക്കിൽ കുറച്ച് പേര് കൂടെ നിൽക്കും. പിന്നെ ഇവർ പാട്ട് പാടി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യും. ഇതാണ് ഇവിടുത്തെ മെയിൻ ലൂസിയ ഡേയുടെ പരിപാടി. പിന്നെ അവരുടെ പാട്ടൊക്കെ നല്ല വെറൈറ്റി ആട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മനസ്സിലായില്ലെങ്കിലും കാണാൻ നല്ല രസമാണ്. ഒരു സൈലൻറ്റ് പീസ് മൂഡിലാണ് ഇവർ ഈ പരിപാടി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ലൂസിയ ഡേയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഈ വീടുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും എല്ലായിടത്തും ഇവരുടെ വിൻഡോ സൈഡിൽ ഇങ്ങനൊരു മെഴുതിരി കിരീടം പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാട്ടോ. എല്ലാവരും ഒരേപോലെ
ഒരേ മോഡലിൽ ഇരുട്ടാകുമ്പോൾ ലൈറ്റ് കത്തുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അപ്പോഴാണ് അറിയാൻ പറ്റുക. രാത്രി കാലങ്ങളിൽ ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. എല്ലാ വീടുകളിലും ഒരു മെജോറിറ്റി വീടുകളിൽ ഈ ഐറ്റം ഉണ്ടാവും. ഈ ഐറ്റം ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും. പിന്നെ ഇല്ലാത്തത് നമ്മുടെ പുറമേ നിന്ന് വന്ന ആൾക്കാരുടെ വീടുകളിലായിരിക്കും. അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് ഒരുമാതിരി എല്ലാ ആൾക്കാരും വീടുകളിൽ വെക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു ഫേമസ് ഒരു പരിപാടിയാണ്. ഈ ക്രിസ്മസ് ടൈമിൽ ഇങ്ങനെ ഒരു വിളക്ക് പോലെ, ഇത് മെഴുതിരി കിരീടം പോലെ വെക്കും. ക്രിസ്മസിൻ്റെ ടൈമിൽ മാത്രമായിട്ട് ഇറങ്ങുന്ന കുറച്ച് സ്നാക്സ് ഡ്രിങ്ക്സ് കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഫേമസ് ഡ്രിങ്കാണ് ഗ്ലോഗ് എന്ന് പറഞ്ഞത്. അത് ഇവിടെ കഴിക്കേണ്ട രീതി, അത് ചൂടായിട്ട് വേണം ആ പാനീയം കഴിക്കാമെന്നാണ് പറയുക. തണുപ്പാണല്ലോ, അപ്പോൾ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണത്. ഗ്ലോഗാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിൽ ഷോപ്പുകളിലൊക്കെ അത് ഒരുപാട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫേമസ് ഡ്രിങ്കാണ് ഇവിടുത്തെ. പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സാന്റാക്ലോസ് ആട്ടോ. കണ്ണുള്ള സാന്റാക്ലോസ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയുണ്ട്. അല്ലാതെ അതിന് പുറമെ കണ്ണില്ലാത്ത സാന്റാക്ലോസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് വെറൈറ്റി തോന്നി. എന്തുകൊണ്ടാണ് അവരത് കണ്ണില്ലാത്ത സാന്റാക്ലോസ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിന് പിന്നെ എന്തെങ്കിലും കഥയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ അത് മേടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ആ ഒരു സാന്റാക്ലോസിനെ വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റിയാണ്, കാണാൻ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിലെ ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞങ്ങൾ കണ്ണ് തള്ളി പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ മോശമൊന്നുമില്ല, എന്നാലും ഇവിടെ ഒരു കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇവരുടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവർ സ്വീഡിഷിൽ നമ്മളെ വിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഗുഡ് ജൂൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർക്കൊരു സോങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗുഡ് ജൂൾ അൻസ്കർ വിയറല്ല, ഗുഡ് ജൂൾ അൻസ്കർ വിയറല്ല, ഗുഡ് ജൂൾ അൻസ്കർ വിയറല്ല. ബാക്കി എനിക്കറിയില്ല. അതിൻ്റെ ഇംഗ്ലീഷ് ഇതാണ്, വി വിഷ് യു എ മെരി ക്രിസ്മസ്, വി വിഷ് യു എ മെരി ക്രിസ്മസ്, വി വിഷ് യു എ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ പാട്ട് പാടാൻ ചെറുതായിട്ട് പിന്നിലാണ്, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വി വിഷ് യു എ മെരി ക്രിസ്മസ്, വി വിഷ് യു എ മെരി ക്രിസ്മസ്, വി വിഷ് യു എ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി